വയനാട് ജില്ലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ? വയനാട് ജില്ല 1980 നവംബർ 1 വയനാട് ജില്ല രൂപീകൃതമായത്. വയനാട് ജില്ലയുടെ കവാടം ലക്കിടി. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട് ജില്ല. ഏറ്റവും കുറവ് നഗരവാസികൾ, ഏറ്റവും കുറവ് താലൂക്ക്, ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ. മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കുറവ് റവന്യൂ വില്ലേജ് ഉള്ളതും വയനാട് ജില്ലയിലാണ്. 49 റവന്യൂ വില്ലേജുകളാണ് വയനാട് ജില്ലയിൽ ഉള്ളത്. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. വയനാട് ജില്ലയിൽ ലോക്സഭാ മണ്ഡലം ഒരെണ്ണമാണുള്ളത്. നിയമസഭാ മണ്ഡലം 3 എണ്ണമുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് വയനാട്. വയനാട്ടിൽ നിരവധി ഗോത്ര വിഭാഗങ്ങളുണ്ട്. പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, കുറുമർ, കാടർ, ഊരാളികൾ എന്നിവയാണവ. പക്ഷേ ഏറ്റവും കൂടുതൽ പണിയർ എന്ന ഗോത്ര വിഭാഗമാണ് വയനാട്ടിൽ ഉള്ളത്. കേരളത്തിൽ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട് ജില്ല. ഏതാണ് ആ 2 സംസ്ഥാനങ്ങൾ? കർണാടകയും തമിഴ്നാടും. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലാണ്. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് കരിന്തണ്ടൻ ചുരം. വയനാട്ടിലെ മാനന്തവാടിയെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലുള്ള രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ദേശീയപാതയുടെ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് വയനാട്. പഴശ്ശിരാജയുടെ ശവകുടീരം വയനാട് മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലക്കൽ ചന്തു സ്മാരകം വയനാട് പനമരം സ്ഥിതി ചെയ്യുന്നു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വയനാട് പൂക്കോട് സ്ഥിതി ചെയ്യുന്നു. പൂക്കോട് തടാകം വയനാട്ടിലെ പ്രശസ്തമായ തടാകമാണ്. പൂക്കോട് തടാകം ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ്. ചെമ്പ്ര മലനിരകളിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്. ട്രൈബൽ മെഡിക്കൽ കോളേജ് വയനാട് സ്ഥിതി ചെയ്യുന്നു. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാട് ചുണ്ടേൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് അമ്പലവയൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പഞ്ചായത്താണ് അമ്പലവയൽ. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും അമ്പലവയലാണ്. എല്ലാ വർഷവും പൂപ്പൊലി പുഷ്പോത്സവം നടക്കുന്നത് വയനാട് ജില്ലയിലാണ്. പുകരഹിത ഗ്രാമമാണ് പനമരം വയനാട് ജില്ലയിലാണ്. പാൻ മസാല രഹിത ജില്ലയാണ് നമ്മുടെ വയനാട്. പക്ഷിപാതാളം ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നു. എടക്കൽ ഗുഹ അമ്പുകുത്തിമലയിൽ സ്ഥിതി ചെയ്യുന്നു. എടക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനാണ് ഫ്രെഡ് ഫോസറ്റ്. 1890കളിലാണ് അദ്ദേഹം എടക്കൽ ഗുഹ കണ്ടെത്തിയത്. വളരെ പ്രസിദ്ധമായ ഫാൻറ്റം റോക്ക് വയനാട് ജില്ലയിലാണ്. വയനാട് അമ്പലവയൽ എന്ന സ്ഥലത്താണ് ഫാൻറ്റം റോക്ക് ഉള്ളത്. വയനാട്ടിലെ പ്രധാന നദി കബനി നദിയാണ്. കപില എന്ന പേരിലും കബനി നദി അറിയപ്പെടുന്നു. കുറുവാദ്വീപ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ്. വയനാട് ജില്ലയിലെ ആദ്യത്തെ ജലസേചന പദ്ധതി കാരാപ്പുഴം ഡാമിലാണ്. വയനാട്ടിൽ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഡാമാണ് ബാണാസുര സാഗർ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ്. ഏഷ്യയിലെ 2ാമത്തെ വലിയ ഡാമാണ് ബാണാസുര സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പാനൽ ബാണാസുര സാഗറിൽ ആണ്. വയനാട് ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം, ചെതലയം വെള്ളച്ചാട്ടം. ഇവയാണ് പ്രധാന വെള്ളച്ചാട്ടങ്ങൾ. വയനാട് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളാണ് തിരുനെല്ലി ക്ഷേത്രം, സീതാലവകുശ ക്ഷേത്രം, ജൈന ക്ഷേത്രം, ശാന്തിനാഥ ക്ഷേത്രം,
വള്ളിയൂർക്കാവ് ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. സീതാലവകുശ ക്ഷേത്രം പുൽപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജൈനക്ഷേത്രം സുൽത്താൻ ബത്തേരിയിലും സ്ഥിതി ചെയ്യുന്നു. വയനാട് ജില്ലയിൽ മുനിസിപ്പാലിറ്റി 3 ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് 23. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് വയനാട് ജില്ല. അതേസമയം പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയും. കടൽ തീരമില്ലാത്ത ജില്ലയാണ് വയനാട്. റെയിൽവേ ഗതാഗതം ഇല്ലാത്ത ജില്ലയാണ് നമ്മുടെ വയനാട്.